ബീച്ചിലും അതുപോലെ റോഡ് സൈഡിലെ തട്ടുകടകളിലൊക്കെ കിട്ടുന്ന ഈ ഒരു ഐറ്റം നമുക്ക് വീട്ടിൽ തന്നെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ വൈകുന്നേരം ചായക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ്. അപ്പോൾ അധികം ഇത് കഴിച്ചാൽ പെട്ടെന്ന് അങ്ങനെ വിശക്കൊന്നുമില്ല. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഗ്രീൻ പീസാണ് മെയിനായിട്ട്. ഈ ഗ്രീൻ പീസ് നമ്മളൊരു 4-5 മണിക്കൂറൊന്ന് കുതിർത്തെടുക്കണം. ഗ്രീൻ പീസ് പെട്ടെന്ന് വെന്ത് കിട്ടാൻ നന്നായിട്ട് കുതിർന്ന് വരണം കേട്ടോ. ഇതുപോലെ കുതിർത്തെടുത്തിട്ടുള്ള ഗ്രീൻ പീസ് വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഇനി നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരല്പം ഒരു 1/4 ടീസ്പൂൺ മതി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസിൻ്റെ ഈ ഒരു ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കാരണം ഗ്രീൻ പീസ് ഒരുപാട് അങ്ങ് വെന്ത് ഉടഞ്ഞു പോകരുത്. ഗ്രീൻ പീസ് ഉടയാതെ വേണം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, എന്നാൽ നന്നായിട്ട് വേവും വേണം. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ വേവിച്ചെടുക്കുന്നതിൻ്റെ സമയം, കുക്കിങ്ങിൻ്റെ ടൈം നമ്മൾ ഇത് കുതിർന്ന് വരുന്നത് എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്രീൻ പീസ് ഞാൻ വെച്ചത് ഒരു 4 വിസിലാണ്. 4 വിസിൽ കഴിഞ്ഞതിന് ശേഷമാണ് ഫ്ലെയിം ഓഫ് ആക്കിയത്. ആദ്യം 2 വിസിൽ വെച്ചു, പിന്നെ തുറന്ന് നോക്കിയിട്ട് പിന്നെ 2 വിസിലും കൂടി, അങ്ങനെയാണ് കേട്ടോ വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെന്ത് ഉടഞ്ഞു പോകരുത്, ഈ ഒരു രീതിക്ക് തന്നെ നമുക്ക് കിട്ടണം. ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചെടുത്തിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്നാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഒരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ സവാളയൊക്കെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു തക്കാളി, ഒരു മീഡിയം സൈസിലുള്ള തക്കാളിയാണ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് വീണ്ടും ഈ ഒരു തക്കാളിയൊക്കെ നന്നായിട്ട് ഉടയുന്നത് വരെ വഴറ്റിയെടുത്തതിന് ശേഷം ഇനി നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ഗ്രീൻ പീസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ 3 മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 മുട്ടയിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു ഗ്രീൻ പീസിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മുട്ടയൊക്കെ നന്നായിട്ട് കുക്കായിട്ട് ഇതുപോലെ അങ്ങ് എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് വന്നാൽ ഇനി നമുക്ക് ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് സമയം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു മസാലയൊക്കെ ഒന്ന് അങ്ങ് മൂത്ത് വരണം. ഇനി ഞാൻ ഇതിലേക്കൊരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും അതുപോലെ നല്ലൊരു ഫ്ലേവറും കൂടിയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ബട്ടറിൽ കിടന്നിട്ട് ആ ഒരു മസാലയൊക്കെ ഒന്നൊരു മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ല് തന്നെയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഫ്ലെയിം ഓഫ് ആക്കാം. എന്നിട്ട് ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും കൂടെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഗ്രീൻ പീസ് മുട്ട മസാല റെഡിയായി. ഇനി നമുക്ക് ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കാം. സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഇതിൻ്റെ കൂടെ നല്ല ചൂടുള്ള ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തേക്ക് ഇനി വേറെ ഒന്നും വേണ്ട, ഇത് മാത്രം കഴിച്ചാൽ തന്നെ വയറിന് നല്ലൊരു കാനുണ്ടാവും കേട്ടോ. പെട്ടെന്ന് അങ്ങനെ വിശക്കൊന്നുമില്ല, പ്രോട്ടീൻ റിച്ച് ആയതുകൊണ്ട്. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കല്ലേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്